സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. മോജ്താബയിൽ നിന്ന് ആരും മാറ്റം പ്രതീക്ഷിക്കേണ്ട. അതിനല്ല മോജ്താബ വരുന്നത്. നീക്കം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ IRGCയോട് ചേർന്ന് മറ്റൊരു അലി ഖമനേയിയായി തുടരും. വ്യത്യാസം പേരിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അറബിയിലോ പേർഷ്യൻ അഥവാ ഫാർസിയിലോ ഇംഗ്ലീഷിലോ മാറി വിളിച്ചാലും ഈ പുതിയ കുപ്പിയിലുള്ളത് അലി ഖമനേയി എന്ന മതഭീകരതയുടെ രാസക്കൂട്ടാണ്. ഇറാനിലെ മതഭരണകൂടം അരനൂറ്റാണ്ടോളമായി ലോകത്തെ വഞ്ചിക്കുന്നതിന്റെ തുടർച്ച തന്നെയാണ് മോജ്താബയുടെ ആഗമനം. മുൻകൂർ പ്രഖ്യാപിച്ചതുപോലെ US ഇസ്രയേൽ നേതൃത്വം പുത്തൻ പരമോന്നതനായ ഖമനേയി പുത്രനെ നീക്കം ചെയ്യുമോ എന്നത് ഗൗരവമേറിയ ചോദ്യം. ആ സാധ്യതയെ കുറിച്ചല്ല, മോജ്താബയുടെ മനോനിലയെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ജീവിക്കുന്ന മോജ്താബയുടെ ലക്ഷ്യം ഖമനേയിയുടെയും IRGCയുടെയും അതേ ലക്ഷ്യമാണ്. തങ്ങളുടെ ഷിയ ആധിപത്യത്തിന് കീഴിൽ ലോക മുസ്ലിം സമൂഹത്തെയും ലോകത്തെ തന്നെയും മിത്തിക്കൽ അവതാരത്തിന്റെ വരവിനെ ഒരുക്കിയെടുക്കുക ഫാന്റസി തന്നെയെങ്കിലും അതാണ് മോജ്താബയുടെയും ഉള്ളിലേത്. രാജഭരണം പോലെ മകനെ പരമോന്നത പിൻഗാമിയായി വാഴിക്കുന്ന ഇസ്ലാമിക തെരുവ് വിപ്ലവത്തിന്റെ മുഖം ലോകം ഇപ്പോൾ കണ്ടല്ലോ. കിം ഇൽ സൂങ്ങിൽ നിന്നും 4ാം തലമുറയിലേക്ക് ഭരണം നീട്ടുന്ന ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് കുടുംബാധിപത്യത്തിന്റെ ഇറാനി വേർഷൻ. രണ്ടു കൂട്ടർക്കും വിളിപ്പേര് പരമോന്നത നേതാവ് എന്ന്. വിപ്ലവ ഭരണമെന്ന് അവകാശവാദം. മകനെ പരമോന്നതനാക്കാൻ അലി ഖമനേയി ആഗ്രഹിച്ചില്ല എന്ന അമേരിക്കയിലെ പാക്ഷാ മാധ്യമങ്ങളുടെ വെള്ളപ്പൂശൽ കേരളത്തിലും ചില മാധ്യമങ്ങളിൽ വായിക്കാനുണ്ടായി. ഖമനേയിയുടെ വിൽപത്രത്തിൽ അങ്ങനെ പറയുന്നു പോലും. താൻ പോയാൽ പകരം ആളെ തെരഞ്ഞെടുക്കുവാൻ 88 അംഗ വിദഗ്ധ സഭയുള്ളപ്പോൾ ഖമനേയി ആരാണ് ഇതൊക്കെ വിൽപത്രത്തിൽ കുറിക്കാൻ? ഖമനേയി എല്ലാവരെയും മറികടന്ന് ഇറാനെ IRGCയുടെ സഹായത്തോടെ സ്വേച്ഛ പോലെ ഭരിച്ചു എന്നാണ് അർത്ഥം. ഖമനേയിയുടെ അതേ ലക്ഷ്യം തുടരാനാണ് പിൻഗാമിയെ IRGC ഉറപ്പിച്ചതും വിദഗ്ധ സഭയെ സമ്മർദ്ദത്തിലാക്കി മോജ്താബയെ തെരഞ്ഞെടുത്തതും. ഖമനേയിയുടെ ഇറാൻ വളർത്തിയ ഇസ്ലാമിക ഭീകരത രാജ്യത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ അതിനെ നേരിടുന്നവരുടെ താൽക്കാലിക ജയപരാജയങ്ങൾ നോക്കി ശരിയും തെറ്റും വിധിക്കുന്ന മാധ്യമ ഭോഷത്വവും പക്ഷപാതിത്വവും മുറ പോലെയുണ്ട്. വേദഭരണവും വെളിപാട് വേദവും അതുപ്രകാരം മനുഷ്യകുലത്തിന്റെ അന്ത്യം കുറിക്കുന്ന അവതാര സംഭവത്തിനെ തങ്ങൾ ലോകത്തെ ഒരുക്കണമെന്ന ഭ്രാന്തൻ സങ്കല്പവും കൂട്ടിക്കുഴച്ച മനോനിലയാണ് ഇറാനിലെ ഷിയ തീവ്രവാദ നേതൃത്വത്തിൻ്റെത്. എതിർക്കുന്ന മതനേതൃത്വം ജനങ്ങളെ പോലെ തൽക്കാലം ദുർബലർ. മഹദിയുടെ വരവിൽ ലോകത്തെ കാഴ്ചവെപ്പിനൊരുക്കാനുള്ള ഉത്തരവാദിത്തവും അധികാരവും തങ്ങളുടേതെന്ന് ഖമനേയി പക്ഷം ഭ്രാന്തമായി വിശ്വസിക്കുന്നു. ഭരണനായകർ മാത്രമല്ല, സൈന്യം തന്നെ ആ ചിന്തയാൽ ആവിഷ്ടരാകുമ്പോൾ ഇറാനെ ആരാക്രമിച്ചാലും തച്ചു തകർക്കപ്പെടുന്നില്ലെങ്കിൽ അവർ പിൻവാങ്ങില്ല. യുക്തിബോധം അവരെ തൊടാത്ത സാഹചര്യത്തിൽ അവർക്ക് യുദ്ധം തീരേണ്ട. ഒന്നുകിൽ മഹദിക്ക് വേണ്ടി ലോകത്തൊരുക്കുന്ന മതനായകരാകണം, അല്ലെങ്കിൽ സർവനാശം. ഇതാണ് ഖമനേയിമാരെ ആഴത്തിൽ നയിക്കുന്ന ഭേദചിന്ത. അതുകൊണ്ട് തന്നെ യുദ്ധം തീരാനുള്ള ഉപാധികളല്ല അവർ മുന്നോട്ട് വെക്കുക. അത് അവസാനിക്കാതിരിക്കാനുള്ള അസാധ്യമായ ആവശ്യങ്ങളായിരിക്കും. അവർക്ക് കീഴടക്കേണ്ടത് ഇറാന്റെ രാഷ്ട്രീയ ശത്രുക്കളെയോ എതിരാളികളെയോ അല്ല, അവരുടെ വേദത്തിന് വിരുദ്ധമായ സകലതിനെയുമാണ്. ആ വേദത്തിന്റെ പതാകവാഹകരാകാൻ തങ്ങൾക്ക് തടസ്സമാകുന്ന മറ്റ് ഇസ്ലാമിക ഭരണകൂടങ്ങളെയും സമൂഹങ്ങളെയും അവർ ആക്രമിക്കും. ഖമനേയി തലത്തിലുള്ള മതനായകരുടെ ഈ മനോനിലയും വേദശാഠ്യവും പങ്കിടുന്നവരുടെ സേനയാണ് IRGC എന്ന ഇറാനിയൽ മതപട്ടാളം. അവർക്കിടയിൽ എത്രമാത്രം വിള്ളൽ സൃഷ്ടിക്കാൻ US ഇസ്രയേൽ നീക്കങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നിപ്പോൾ വ്യക്തമല്ല. വരും ദിവസങ്ങളിൽ അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെട്ടേക്കാം.
മിസൈൽ എത്തുന്നിടത്തേക്ക് മിസൈലും ഡ്രോണും, ആളെത്തുന്നിടത്തേക്ക് ചാരന്മാരും ചാവേറുകളും നുഴഞ്ഞു കയറ്റക്കാരും. പശ്ചിമേഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളെ ആക്രമിക്കുന്നതും പാശ്ചാത്യ രാജ്യങ്ങളിൽ മനുഷ്യായുധങ്ങളെ നിയോഗിക്കുന്നതും ഇറാന്റെ ആസൂത്രിത മതഭീകര നേതൃത്വം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കാര്യങ്ങൾ തന്നെ. ചുറ്റുമുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത് ആഗോള മുസ്ലിം സമൂഹത്തിന്റെ നായകത്വം പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണ്. ഇസ്രായേൽ യഹൂദ വിരോധമൊക്കെ അതിന്റെ ഒരു ഭാഗം മാത്രം. കൊടിയ മതഭീകര സംഘങ്ങളെ വളർത്തുന്നത് പാലസ്തീനികൾക്ക് വേണ്ടി എന്ന ന്യായം, മാനവികതയുടെ പോരാട്ടക്കാരെന്ന വ്യാജ പരിവേഷം, അന്തിമ ലാക്ക് മഹദിയുടെ വരവിന് മുമ്പ് ലോകത്തെ കീഴ്പ്പെടുത്തുക എന്ന ഭ്രമചിന്തയും. എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിലേതടക്കം ലോക മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം തങ്ങൾക്കെന്ന് സ്ഥാപിക്കൽ. പുറമെ ഇതെല്ലാം പാശ്ചാത്യരെ ബോധ്യപ്പെടുത്തി ലോകത്തെ നിയന്ത്രിക്കാൻ കൂടിയുള്ള അതിമോഹം, തങ്ങളെക്കുറിച്ച് ബോധപൂർവം തോന്നിപ്പിക്കുന്ന ചിത്രം ഇതാണെന്ന് വരുമ്പോഴാണ് അവരിൽ നിന്ന് യുക്തിയുടെ പ്രതികരണം പ്രതീക്ഷിക്കാൻ ലോകത്തിന് കഴിയാതെ വരുന്നത്. മാനവികതയ്ക്ക് ഇടമില്ലാത്ത മതവേദ കൊടുംവാഴ്ച എങ്ങനെയാണ് 4 പതിറ്റാണ്ടോളം ലോകത്തെ കബളിപ്പിച്ചത്? തങ്ങൾ മറ്റേതൊരു ഭരണകൂടത്തെയും പോലെയാണെന്ന ധാരണ എങ്ങനെയാണ് പരത്തിയത്? പലരും ഇപ്പോൾ ഈ വഞ്ചനയുടെ കഥ വിസ്തരിച്ച് ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം തന്നെ ഇസ്ലാമികവാദ കലാപത്തെ അവർ വിപ്ലവമെന്ന് ചിത്രീകരിച്ചു. മാർക്സിസ്റ്റ് രാഷ്ട്രീയ നിഘണ്ടു ഏറ്റെടുത്ത് അവർ കമ്മ്യൂണിസ്റ്റുകളെ കബളിപ്പിച്ചു. ചെറുത്തുനിൽപ്പ്, പോരാട്ടം, സാമ്രാജ്യത്വ വിരുദ്ധത, വിപ്ലവം തുടങ്ങിയ വാക്കുകൾ പാശ്ചാത്യ ലോകത്തെ ആക്ടിവിസ്റ്റുകളെ കൂടി ധരിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇറാനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഇതൊക്കെ ഉറക്കെ പറഞ്ഞാൽ സംഭവിക്കുന്നതോ കമ്മ്യൂണിസ്റ്റ് സ്വയം വെളിപ്പെടുത്തിയാലുള്ള അപകടമോ ഇക്കൂട്ടർക്ക് പ്രശ്നമായില്ല. അമേരിക്കയോടുള്ള എതിർപ്പും കമ്മ്യൂണിസ്റ്റ് നിഘണ്ടവും ഇടതുപക്ഷവാദികൾക്ക് രോമഹർഷം വരുത്തുന്ന കാര്യങ്ങളായി. പാശ്ചാത്യ ക്രൈസ്തവ സംസ്കാരത്തിൽ പുരോഗമനവും മാനവികതയും സ്വതന്ത്രതാവാദവും മറ്റും ഉയർത്തിപ്പിടിച്ച് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപ്പെടുത്തിയ സമൂഹങ്ങളാകട്ടെ ഇറാനും അങ്ങനെ തന്നെയുള്ള രാജ്യമെന്ന് വിശ്വസിച്ചു. ഭരണകൂടത്തിന്റെ മതപരിവേഷം വെറുതെ എന്നും അമേരിക്കയും യൂറോപ്പുമെല്ലാം ആ അബദ്ധത്തിൽ വീണെന്നും വേണം കരുതാൻ. വേദനിയമവും വേദലക്ഷ്യവും മാത്രം ആധാരമായുള്ള 101% വേദരാജ്യമായ ഇറാനെ UN-ലെ മറ്റു രാജ്യങ്ങളിൽ ഒന്നുപോലെ സാധാരണ രാഷ്ട്രീയ സ്വരൂപമെന്ന് പാശ്ചാത്യരുടെ വലിയ ബുദ്ധി തെറ്റിദ്ധരിച്ചു. അതിന്റെ ഫലം ആ രാജ്യങ്ങൾ, അമേരിക്ക പോലും ഇപ്പോൾ നേരിടുന്നുണ്ട്. മിസൈലിനേക്കാൾ മാരകമാണ് അമേരിക്കയിലടക്കം എവിടെയും എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ചാവർ വേദ ഭീകര സംഘങ്ങൾ. ഇറാൻ പ്രോത്സാഹിപ്പിച്ചു നടത്തിക്കുന്ന ഹമാസ് ഭീകരതയെ ചെറുത്തുനിൽപ്പെന്ന് വ്യാഖ്യാനിക്കുന്ന കേരളത്തിലെ സ്വരാജുമാരും കൂട്ടക്കുരുതിയെ ജനകീയമെന്ന് ഹർഷാരവത്തോടെ ന്യായീകരിക്കുന്ന മുതിർന്ന നേതാക്കളുമൊക്കെ പക്ഷേ ബുദ്ധിശൂന്യരെന്ന് കരുതേണ്ട. അവർ ലക്ഷ്യം വെക്കുന്നത് ചിലരുടെ വോട്ട് മാത്രമാണ്. ഇസ്ലാമിക നിയമങ്ങളുടെ ചട്ടക്കൂടിൽ നിന്ന് രാജാക്കന്മാർ രാഷ്ട്രീയ ഭരണം നടത്തുന്നവയാണ് പശ്ചിമേഷ്യയിലെ മറ്റെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളും. രാജാക്കന്മാർക്ക് മതവിപ്ലവം ഭീതി സ്വപ്നമായതിനാൽ മതനേതൃത്വത്തിന്റെ നീക്കങ്ങൾ ഇപ്പോഴും പല പടികൾ താഴെ നിൽക്കുന്നതേയുള്ളൂ. എണ്ണത്തിൽ കുറവെങ്കിലും അവിടങ്ങളിലെ മതവാഴ്ചവാദികളുടെ ഐക്യദാർഢ്യം ഈജിപ്തിലും സിറിയയിലും ലബനിലും യമനിലും ഒക്കെ കടുംകൈ പ്രയോഗിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് ഐഡിയോളജിയോടാണ്. ലോക ഇസ്ലാമിക സമൂഹത്തിലെ ന്യൂനപക്ഷം മാത്രമാണ് മതവേദ തീവ്രവാദികൾ എങ്കിലും അവർക്ക് ആരെയും വഴിതെറ്റിക്കാൻ പ്രയാസമില്ലെന്നതിന് കേരളത്തിന് പുറത്തൊരു തെളിവ് ആവശ്യമില്ല. പെൺകുട്ടികളുടെ സുരക്ഷിത ഭാവി ലക്ഷ്യമിട്ട് ക്രൈസ്തവ നായകർ നൽകിയ സ്വകാര്യ ഉപദേശം മതവിദ്വേഷമാക്കിയത് കേരളത്തിലുള്ളവർ തന്നെയാണല്ലോ. ഇറാനിലെ മതഭീകര ഭരണ നേതൃത്വത്തിന്റെ കപടമായ മാർക്സിസ്റ്റ് ശബ്ദാവലി പ്രയോഗം ഇവിടെയും പല വിപ്ലവ പക്ഷക്കാരെയും അന്തരാക്കി. പാശ്ചാത്യർ ശരിക്കും വഞ്ചിക്കപ്പെട്ടു.
പാശ്ചാത്യതയോടുള്ള ഇറാന്റെ എതിർപ്പ് സാംസ്കാരിക മാത്രമെന്നാണ് പാശ്ചാത്യ സമൂഹം വിശ്വസിച്ചത്. വിശ്വസിച്ചതായി നടിച്ചതോ എന്ന ചോദ്യവും പ്രസക്തമാണ്. കാരണം യൂറോപ്പിലും അമേരിക്കയിലും പുരോഗമനവാദം നടിച്ച ചിലരാണ് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും മുഖ്യധാരാ സമൂഹങ്ങൾക്കെതിരെ നിൽക്കുന്ന ഹമാസ് ഇറാൻ പിന്തുണക്കാരായി മാറ്റിയത്. എന്തായാലും ഇറാനിലെ വേദ തീവ്രവാദികളെ പിന്തിരിപ്പിക്കാൻ ഒരു പ്രീണനത്തിനും കഴിയില്ലെന്ന് ഇപ്പോഴും പാശ്ചാത്യ സമൂഹങ്ങൾ പഠിച്ചിട്ടില്ല. ഇസ്രയേൽ അത് മുമ്പേ തിരിച്ചറിഞ്ഞെങ്കിലും. അതുപോലെയാണ് ഇറാനിലെ നേതൃത്വത്താൽ 180 കോടിയിലേറെ വരുന്ന മതസമൂഹത്തിലെ സാധാരണക്കാരായ വലിയൊരു ഗണം കൂടി വഞ്ചിക്കപ്പെടുന്നത് മതപേരിലുള്ള എന്തും വിശ്വസിക്കുന്നവർ. വഞ്ചനയുടെ തീവ്രമുഖം ഇപ്പോൾ മൊജാബയിലൂടെയും പ്രകടമാകുന്നുണ്ട്. യേശു എന്ന് അർത്ഥമാക്കുന്ന ഈസ എന്ന നാമത്തെ വഞ്ചനാപരമായി കൂട്ടിക്കുഴച്ച് അന്ത്യകാല മിത്തിക്കൽ അവതാരത്തെ വരവേൽക്കാനുള്ള ആചാര്യനാണ് താനെന്ന് മോത്താബ സ്വയം കരുതുന്നത്. IRGCയിലേതടക്കം പലരും അത് ശരിവെക്കുന്നു. മഹദിക്ക് മുന്നോടിയായ വാഴുന്നോർ ത്രയത്തിലെ ഒരുവനാണ് മോത്താബ എന്ന പ്രചാരണം വഴി ഇസ്ലാമിക ലോകത്തെയാകെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. മുസ്ലിം ലോകത്തിന്റെ മേലുള്ള ഇറാന്റെ ആധിപത്യ ശ്രമം. ഒന്നുകിൽ ലോകത്തെ ഇസ്ലാമിക വേദത്തിനെ കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ തകർക്കുക എന്ന തീവ്ര ആശയഗതി തന്നെയാണ് മൊയ്താബയുടെ പാരമ്പര്യം. തന്ത്രത്തിനു വേണ്ടി മാറ്റം നടിച്ചാലും ആ മാറ്റഭാവത്തെ വിശ്വസിക്കാനാവില്ല. യുദ്ധ തുടർച്ചയിൽ ഇറാനിൽ എന്ത് രാഷ്ട്രീയ മാറ്റം സംഭവിക്കുമെന്ന് വ്യക്തമല്ല. എങ്കിലും പരമോന്നതരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ ഇറാനിലെ മതരാഷ്ട്രീയ നേതൃത്വത്തിലും സൈനിക നേതൃത്വത്തിലും ഉണ്ടെന്നത് മാറ്റങ്ങളുടെ സാധ്യത നിലനിർത്തുന്നു. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.